ആശാ വർക്കേഴ്സിന്റെ രാപകൽ സമരം ഇന്ന് 60ാം ദിവസമാണ്. സമരത്തിലുള്ള ആശമാരെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ ആശമാരെ നേരിട്ട് വിളിച്ചാണ് ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെടുന്നത്. ആശാ സമരം തീരാതിരിക്കാൻ കാരണം സമരക്കാർ തന്നെ എന്നായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. അജീഷ് ജയകുമാർ ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിന്ന്. അജീഷ്, ഗുഡ് മോർണിംഗ്. ഈ സമരത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി നിലപാട് ആവർത്തിക്കുന്നത് നമ്മൾ ഇന്നലെ കേട്ടതാണ്. ഈ സാഹചര്യത്തിൽ എന്താണ് ആശമാരുടെ പുതിയ നീക്കം, അജീഷ്? ഉന്മേഷ്, ആശമാരുടെ നീക്കം സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്. ഇന്ന് 60 ദിവസം, അതായത് 2 മാസം പിന്നിടുകയാണ് ആശാ സമരം തുടങ്ങിയിട്ട്. രാപ്പകൽ സമരം, നിരാഹാര സമരവും അതേപോലെ തന്നെ തുടരുകയാണ്. പക്ഷേ ഇവർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ചിലത് സർക്കാർ നടപ്പിലാക്കിയെങ്കിലും, അതായത് ഓണറേറിയം കൊടുക്കുന്നതിലെ മാനദണ്ഡങ്ങൾ ഒഴിവാക്കിയെങ്കിലും അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമായ ഓണറേറിയം കൂട്ടുക എന്നുള്ളൊരാവശ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. പിന്നീട് ഈ ആരോഗ്യമന്ത്രിയുമായി മൂന്നാമത് നടത്തിയ ചർച്ചയിൽ ഓണറേറിയം 3000 രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് 10,000 രൂപയാക്കണമെന്ന ഒരു നിർദ്ദേശം വച്ചുവെങ്കിലും അതും സർക്കാർ നടപ്പിലാക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു കമ്മിറ്റിയെ വയ്ക്കാം, ആ കമ്മിറ്റി 3 മാസത്തിനുള്ളിൽ പഠനം നടത്തി വിശദമായ റിപ്പോർട്ട് നൽകാനുള്ള ഒരു നിർദ്ദേശമായിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ നിർദ്ദേശം അംഗീകരിക്കാനും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് തൊഴിൽ മന്ത്രിയുമായി ചർച്ച നടത്തിയത്. തൊഴിൽ മന്ത്രിയും ചർച്ച നടത്തിയിട്ടും ആ ചർച്ചയും പരാജയമായിരുന്നു. പിന്നീട് തൊഴിൽ മന്ത്രിയും ഇവരെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. കാരണം ഇനി ഇവരുമായി ഒരു സംഭാഷണത്തിനില്ല എന്ന് തൊഴിൽ മന്ത്രി വ്യക്തമാക്കുകയായിരുന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ആശാ സമരത്തെക്കുറിച്ച് പറഞ്ഞത്. കാരണം ആശമാരുടെ, അതായത് സമരം ചെയ്യുന്നത് വളരെ ചെറിയൊരു വിഭാഗം ആശമാർമാരാണ്. 95% ആശമാരും പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഈ സമരം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ മേഖലയെ ഇത് ബാധിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ചെറിയൊരു വിഭാഗമാണെങ്കിൽ പോലും അവരെ അവഗണിക്കാനല്ല സർക്കാർ തീരുമാനിച്ചത്, അവരെ കേൾക്കാനാണ് തീരുമാനിച്ചത്. ആരോഗ്യമന്ത്രി 3 തവണയും NHM ഡയറക്ടർ 2 തവണയും അവരുമായി ചർച്ച നടത്തി. പക്ഷേ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ തീരുമാനിച്ചത്. എന്തായാലും ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. അക്കാര്യം ഈ സമരം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ആരോഗ്യമന്ത്രി കേന്ദ്രത്തെ അറിയിച്ചുവെന്നും എംപിമാരോട് പാർലമെന്റിൽ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി വ്യക്തത കുറവുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രസ്താവന നടത്തുമെന്നായിരുന്നു ആശമാരുടെ പ്രസ്താവന. ഇത് മറുപടി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആശമാരുടെ തീരുമാനം. ഇന്നും കൂടുതൽ പേർ സമര വേദിയിൽ എത്തിച്ചേരും. ആശാ വർക്കേഴ്സ് സമരവുമായി മുന്നോട്ട്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.